നെക്സ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് മക്കോളിസ് മെത്തേഡ് വെച്ചിട്ട് ഒരു ബീമിൽ മൊമെൻറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് തേർഡ് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് സി ഓഫ് ദ beam loaded as shown in figure. Take E into I is equal to 10,000 kilonewton meter square. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ മെക്കോളിസ് മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മളെ ബീമിൻ്റെ ഒരു കട്ട് സെക്ഷൻ. ഇതാണ് പോയിന്റ് സി എന്ന് വിചാരിച്ചു. ഈ പോയിന്റ് സിയിൽ നമുക്ക് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെയാണ്. ഡയറക്റ്റ് പോയിന്റ് സിയിലല്ല, ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ബാർ ഉണ്ട്, ഒരു മെമ്പർ ഉണ്ട്, അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്. ഈ മെമ്പറിൻ്റെ ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഇത്രയും റിജിഡ് ആണ്. ഈ റെഡ് കാണിച്ച പോർഷനൊക്കെ റിജിഡ് മെമ്പർ ആണ്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ബീമിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തിട്ട് ആ ഫിറ്റിങ്ങിൻ്റെ മുകളിലാണ്, ആ മെമ്പറിൻ്റെ മുകളിലാണ് 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0.5 മീറ്റർ ആയിട്ടാണ്. ഈ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് 0.5 മീറ്റർ. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ ലോഡിനെ നമുക്ക് പോയിന്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബീം എ ബി എന്നുള്ള ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് മാത്രമേ നമുക്ക് മെക്കോളിസ് മെത്തേഡൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ബീമിന് പുറത്തുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ മുകളിലുള്ള ഒരു ലോഡാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഷിഫ്റ്റ് ദ 30 കിലോ ന്യൂട്ടൺ ഫ്രം ദിസ് പോയിന്റ്. സപ്പോസ് ഈ ഒരു പോയിന്റ് ഡി ആണെങ്കിൽ ഡി എന്നുള്ള പോയിന്റ് നിന്ന് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അത് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു പോയിന്റ് നിന്ന് വേറൊരു എ എന്നുള്ള പോയിന്റിലുള്ള ലോഡിനെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒന്നും മാറാതെ പോയിന്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഞാനൊന്ന് സ്പീഡ് പറയാം. സോ ഈ 30 കിലോ ന്യൂട്ടനെ ഞാൻ പോയിന്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പോയിന്റ് സിയിൽ ഒരു 30 കിലോ ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ ഒരു 30 കിലോ ന്യൂട്ടൺ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തു. ദെൻ ഈ 30 കിലോ ന്യൂട്ടൻ്റെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 30 കിലോ ന്യൂട്ടൺ കൂടി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് ഫോഴ്സ്, ഇതും 30 കിലോ ന്യൂട്ടൺ ആണ്. ഈ രണ്ട് ഫോഴ്സ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും 30 കിലോ ന്യൂട്ടൺ ആണ്, ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും 30 കിലോ ന്യൂട്ടൺ ആണ്. സോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പോയിന്റ് സിയിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, സോ നെറ്റ് എഫക്റ്റ് നോക്കുമ്പം ഈ 30യും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അതെ ഓൾറെഡി ഉള്ള പോയിന്റ് ഡിയിലുള്ള 30 കിലോ ന്യൂട്ടൺ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ 30 കിലോ ന്യൂട്ടൺ ഞാൻ ഒറിസോണ്ടൽ ബാർ വരച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഡാഷ് ലൈൻ വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്ത ഈ 30 കിലോ ന്യൂട്ടണും ഈ 30 കിലോ ന്യൂട്ടണും, ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അത് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 0.5 മീറ്ററുമാണ്. ഓക്കെ, സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 0.5 മീറ്റർ. ഇങ്ങനെ വരുന്ന ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിലും മറ്റേത് ഡൗൺവേർഡ് ഡയറക്ഷനിലും വരുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, അത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എവേ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കപ്പിൾ എന്ന് പറയും. സോ ഈ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒറിസോണ്ടൽ ഡാഷ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത ഈ 30 കിലോ ന്യൂട്ടണും ഈ 30 കിലോ ന്യൂട്ടണും ഒരു കപ്പിൾ ഫോം ചെയ്യും. ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കപ്പിൾ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. 30 ഇൻറ്റു 0.5 മീറ്റർ ആയിരിക്കും, അതായത് 15 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കപ്പിൾ. ഓക്കെ, ഇനി അത് ആക്ട് ചെയ്യുന്നത്
ഏത് ഡയറക്ഷൻ ആയിരിക്കും, അതായത് കപ്പിൾ ആകുമ്പം അതിന് റൊട്ടേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്യുവർ റൊട്ടേഷൻ ആയിരിക്കും. സോ യു ഹാവ് ടു സ്പെസിഫൈ ദ റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യണം. സോ ഈ രണ്ട് ഫോഴ്സ്, ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ ദ നെറ്റ് എഫക്റ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ഈ ബീമിന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ റിജിഡ് ബാറിന് ഉണ്ടാവുന്ന റൊട്ടേറ്റിംഗ് ടെൻഡൻസി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. സോ ഇത് ക്ലോക്ക് വൈസ് കപ്പിളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് എന്തായിട്ട് മാറ്റി വരയ്ക്കാം? എഗെയിൻ നമുക്കൊരു ഒറിസോണ്ടൽ മെമ്പർ ഉണ്ട്, ഇവിടെയാണ് പോയിന്റ് സി ഉള്ളതെങ്കിൽ ഈ ഒരു 30 കിലോ ന്യൂട്ടൺ ഇവിടെ ഒരു മാറ്റവും ഇല്ലാതെ ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് ചേഞ്ച് ഒന്നുമില്ല. സോ 30 കിലോ ന്യൂട്ടൺ ഉണ്ട്, 30 കിലോ ന്യൂട്ടൺ. അതിൻ്റെ കൂടെ ഒരു കപ്പിൾ, the magnitude of the couple is 15 kilonewton and its kilonewton meter and its direction is clockwise. So പോയിന്റ് സിയിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 30 കിലോ ന്യൂട്ടൺ മീറ്റർ കപ്പിളും ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് 30 കിലോ ന്യൂട്ടൺ. സോ നമുക്ക് തന്ന ഈ പ്രോബ്ലത്തിന്, ഇങ്ങനെ തന്ന ലോഡിങ് കണ്ടീഷനെ നമുക്ക് ഈ ഒരു ലോഡിങ് കണ്ടീഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും ബൈ അപ്ലൈയിങ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്. നമുക്ക് പോയിന്റ് സിയിലുള്ള ഈ ലോഡിന് സിന്ന് കുറച്ച് ഒരു 0.5 എവേ ഉള്ള ഈ 30 കിലോ ന്യൂട്ടൺ മീറ്ററിനെ ഇങ്ങനെയായിട്ട് മാറ്റാൻ പറ്റും. സോ നമുക്ക് ഈ ഡയഗ്രാം, ഈ ലോഡ് ഡയഗ്രാം ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. പുതിയ ലോഡിങ് കണ്ടീഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത്, നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് കൺവേർട്ട് ചെയ്ത ലോഡിങ് കണ്ടീഷൻ വെച്ചിട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനെ, നമുക്ക് തന്ന ക്വസ്റ്റ്യനെ ഇങ്ങനെയാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. സോ പോയിന്റ് സിയിൽ ഒരു 30 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡും ഉണ്ട്, ആ പോയിന്റ് സിയിൽ തന്നെ ഒരു 30 കിലോ ന്യൂട്ടൺ മീറ്റർ, 13 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ല, 15 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് വാല്യൂ 15 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇവിടെ ഇത് 15 ആണ്. ഓക്കെ, ദിസ് വൺ ഈസ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ, ഈ വാല്യൂ ആണ് വരിക. ഓക്കെ, സോ ഒരു 30 കിലോ ന്യൂട്ടൺ വെർട്ടിക്കൽ ലോഡും 15 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിലെ ഈ ബീമിൻ്റെ, എ ബി എന്നുള്ള ബീമിൻ്റെ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് സിയിൽ വരുന്ന ഡിഫ്ലക്ഷൻ ആണ്. സോ റഫായിട്ട് ഇതിൻ്റെ ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ പാറ്റേൺ ഒന്ന് വരച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ഇത് ഡിഫ്ലക്ട് ചെയ്യുക. സോ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ പോയിന്റ് സിയിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഇതാണ് YC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആസ് യൂഷ്വൽ അക്കോർഡിംഗ് ടു മെക്കോളേസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കൺസിഡർ എ സെക്ഷൻ ഇൻ ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ബീം. സോ ബീമിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഒരു സെക്ഷൻ എടുക്കുക. ലാസ്റ്റ് പോർഷൻ മീൻസ് ഇറ്റ് ഈസ് CB എന്നുള്ള പോർഷൻ ആണ്. സോ CBയിൽ ഒരു സെക്ഷൻ എടുത്തു, ദാറ്റ് സെക്ഷൻ ഈസ് XX. Then we know that the moment EI into d square y by dx square is equal to the moment with respect to the cut section mx. So നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? EI into d square y by dx square is equal to the moment with respect to the cut section mx. സോ നമുക്ക് mx കണ്ടുപിടിക്കാം ഈ സെക്ഷനെ ബേസ് ചെയ്തിട്ട്. സോ ഫസ്റ്റ് ഇറ്റ് വിൽ ബി RA ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനിയെല്ലാം സെയിം ആണ്, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ, ഇനി മാറ്റങ്ങളൊന്നുമില്ല. ഇനി വരുന്ന ചേഞ്ച് വരുന്ന സെക്ഷൻ എത്തുമ്പോൾ ഞാൻ പറയാം. ഈ ഡിസ്റ്റൻസ് x ആണ്. സോ RA ഇൻറ്റു എക്സ്, സാഗിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കി എടുക്കുക. ദെൻ ഈ ഒരു 30 കിലോ ന്യൂട്ടൺ 30 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് വരും. ഈ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സും ആണ്. സോ റിമൈനിങ് ഈ 30യും ഈ സെക്ഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് എക്സ് മൈനസ് 4 ആണ്. സോ 30 ഇൻറ്റു എക്സ് മൈനസ് 4, ഇത് ഈ 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പം ഈ ബീമിന്
എന്ത് ബെൻഡിങ് ആണ് നോക്കുക. സോ ഇത് ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ഹോഗിങ് മൂവ്മെന്റ് ആണ്, താഴത്തേക്കാണ് ബീം, സാഡ് സ്മൈലി പാറ്റേണിലാണ് ബീം ബെൻഡ് ചെയ്യുക. സോ -30 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് വരും. ദെൻ ഈ 15 കിലോ ന്യൂട്ടൺ, അഗെയിൻ 15 കിലോ ന്യൂട്ടൺ ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ നമ്മൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമ്മൾ സൈൻ കൺവെൻഷൻ പ്രകാരം സെക്ഷൻ ലെഫ്റ്റ് സൈഡ്, നമ്മളെ ബീമിൻ്റെ സൈൻ കൺവെൻഷൻ ഇങ്ങനെയായിരുന്നു നമ്മൾ എടുക്കുക. ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് പോസിറ്റീവ് എടുക്കുക. സെക്ഷൻ ഇതാണ്, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. സോ ഇവിടെ നോക്കുക, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇവിടെയും സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ് അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ. സോ അതേപോലെ തന്നെ ഇവിടെ ഇതാണ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡുള്ള മൂവ്മെൻ്റ് ആണ്. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് പോസിറ്റീവ്. സോ 15 എന്ന് വരും. 15 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിന് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോഴ്സ് ആണെങ്കിൽ മൂവ്മെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസും കൂടി വരും. ഇത് 15 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് എഫക്റ്റ്. ഇനി നമുക്ക് അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ 15 തന്നെ എടുത്താൽ മതി. സോ 6 ഇൻറ്റു എക്സ് മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 4 പ്ലസ് 15 എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി മെക്കോളേസ് മെത്തേഡിൽ ഇങ്ങനെ മൊമെൻ്റ് വരുന്ന കേസിൽ ഒരു ചെറിയ ഒരു ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം സെയിം ആണ്. ഈ ഒരു ടേം എഴുതുമ്പോൾ, ഈ 15 എഴുതുമ്പോൾ മാത്രം ഒരു ചെറിയ നമുക്ക് മെക്കോളേസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ അതിനൊന്ന് മാറ്റി എഴുതും. സോ സെയിം എക്സ്പ്രഷൻ നമ്മൾ ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു RA ഇൻറ്റു എക്സ് മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 4 പ്ലസ് 15 എന്നാണ് ശരിക്കും ഉള്ളത്. ബട്ട് മെക്കോളേസ് മെത്തേഡ് എഴുതുമ്പം ഈ ഒരു പാറ്റേൺ, ഒരു എക്സ് മൈനസ് 4 എന്നുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിൻ്റെ ടേമും കൂടി വരുന്ന രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പം കറക്റ്റ് ഈ മെക്കോളേസ് മെത്തേഡിൻ്റെ ആ സ്പെഷ്യൽ ഇൻ്റഗ്രേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 15 കിലോ ന്യൂട്ടൺ ആക്ച്വലി ആക്ട് ചെയ്യുന്നത് എക്സ് മൈനസ് 4 എന്നുള്ള ഡിസ്റ്റൻസിലാണ്, ഈ പോയിന്റിലാണ്. ഈ പോയിന്റ് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ 15 കിലോ ന്യൂട്ടൺ മീറ്റർ ആക്ട് ചെയ്യുന്ന ഈ മൊമെൻറ്റും ഈ സെക്ഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 4 ആണ് അല്ലേ. സോ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ് മൈനസ് 4 ഹോൾ റേസ് ടു 0 എന്ന് എഴുതും. സോ ഹോൾ റേസ് ടു 0 മീൻസ് ഇറ്റ് ഈസ് 1 ആയിട്ട് പോകും. യൂണിറ്റി ആണ് ഒരു ഏതിൻ്റെങ്കിലും എക്സ് റേസ് ടു 0 മീൻസ് ഇറ്റ് ഈസ് 1. സോ എക്സ് മൈനസ് 4 റേസ് ടു 0 മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി 1. 15 തന്നെ ഉള്ളൂ. ബട്ട് നമുക്ക് മെക്കോളേസ് മെത്തേഡിൻ്റെ പാറ്റേണിൽ എഴുതാൻ വേണ്ടിയിട്ട് മെക്കോളേസ് മെത്തേഡിൽ ഇങ്ങനെ മൊമെൻറ്റ് വരുന്ന പ്രോബ്ലത്തിൽ മൊമെൻറ്റിൻ്റെ കൂടെ ആ ഡിസ്റ്റൻസ്, ഈ മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, മൊമെൻറ്റും സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടെയാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്, സിയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ സിയും ഈ സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, റേസ് ടു 0 എന്ന് കൊടുക്കും. സോ നമുക്ക് എഫക്റ്റ് ഒന്നും ചേഞ്ച് ആവുന്നില്ല. സോ ഇങ്ങനെയാണ് മെക്കോളേസ് മെത്തേഡിൽ മൊമെൻറ്റ് വരുന്ന പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി റിമൈനിങ് സ്റ്റെപ്പൊക്കെ സെയിം ആണ്. നിങ്ങൾ ഈ ഒരു ടേമിനെയാണ്, ഈ ഒരു ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുക. ഇൻ്റഗ്രേറ്റ് ദീസ് ടു, ഇൻ്റഗ്രേറ്റ് ദ ഇക്വേഷൻ 1 2 times, ദെൻ യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡിഫ്ലക്ഷൻ. അതാണ് നമുക്ക് വേണ്ടത്. ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ് വേണ്ടത്. സോ അത് കഴിഞ്ഞിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ബൗണ്ടറി കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും. ദെൻ ആസ് യൂഷ്വൽ ഞാൻ ഓൾറെഡി കണ്ടുപിടിക്കാൻ മറന്നുപോയതാണ്. ഫസ്റ്റ് നമുക്ക് RAൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ബൈ അപ്ലൈയിങ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ ഒരു പ്രോബ്ലത്തിൽ, ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് RAൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ടു ഫൈൻഡ് സപ്പോർട്ട് റിയാക്ഷൻ, RA കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. സോ ഞാനിത് പറയാൻ വിട്ടുപോയതാണ്, ആദ്യം കണ്ടുപിടിക്കാൻ മറന്നുപോയതാണ്. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം ഈ പ്രൊസീജിയറിലേക്ക് വന്നാൽ മതി. സോ RA കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? RA is equal to മൊമെൻറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി എടുക്കുക. മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി എടുക്കുമ്പോൾ എന്ത് വരും? RA ഇൻറ്റു 6 എന്ന് വരും. RA ഇൻറ്റു 6 ദെൻ മൈനസ് 30 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ബിയിലാണ് മൊമെൻറ്റ് എടുക്കുന്നതെങ്കിൽ മൈനസ് 30 ഇൻറ്റു 2 എന്ന് വരും. ദെൻ ഒരു 15 കിലോ ന്യൂട്ടൺ മൊമെൻറ്റും ഉണ്ട്, അതും കൂടി കൺസിഡർ ചെയ്യണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ RA കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു, ഐ എം കൺസിഡറിങ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു B is equal to 0. That gives moment with respect to B
ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 ഇൻറ്റു 6. ഇത് ക്ലോക്ക് വൈസ് ആണ്. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുമ്പം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുക്കാം. സോ ഇത് 6 ഇൻറ്റു 6. ഞാനിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ആക്കി എടുക്കുന്നത് വെച്ചു. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കൺസിഡർ ആസ് പോസിറ്റീവ്. സോ 6 ഇൻറ്റു ഈ പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. സോ 6 പോസിറ്റീവ് ആയിട്ട് എടുത്തു. ദെൻ 30 ഇൻറ്റു 2. ഈ ഫോഴ്സ് 30 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ബിയിലേക്കുള്ള 30യും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് 30 ഇൻറ്റു 2. ഓക്കെ. ദെൻ 15 കിലോ ന്യൂട്ടൺ. 15 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആണ്. നമ്മളിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ആക്കി എടുത്തത്. സോ ഇത് 15 കിലോ ന്യൂട്ടണും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇതിൻ്റെ റൊട്ടേഷൻ. സോ ഹാവ് ടു ടേക്ക് പ്ലസ് 15. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? 6 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. 6 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 2 എന്നുള്ളത് 60 വരും. 60 മൈനസ് 15 60 മൈനസ് 15 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. 60 മൈനസ് 15 ഡിവൈഡഡ് ബൈ 6. സോ RA ഈസ് ഈക്വൽ ടു 60 മൈനസ് 15 ഡിവൈഡഡ് ബൈ 6. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് RA ഈസ് 7.5 കിലോ ന്യൂട്ടൺ എന്ന് വരും. സോ RA കണ്ടുപിടിച്ചു. RA കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ RAൻ്റെ വാല്യൂ ഇവിടെ എഴുതി വെക്കാം. RAൻ്റെ വാല്യൂ 7.5 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ. സോ RA കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷനെ എടുത്തിട്ട് രണ്ട് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഐ എം ടേക്കിംഗ് ദീസ് ഇക്വേഷൻ സെപ്പറേറ്റ്ലി. സോ RA 7.5 ആണെന്ന് അറിയാം. സോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI ഇൻറ്റു DY ബൈ DX മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻ്റഗ്രേഷൻ ആണ്. സോ RAക്ക് 7.5 കിലോ ന്യൂട്ടൺ കൊടുക്കാം. സോ 7.5 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്, എല്ലാത്തിനും കൂടിയുള്ള ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എഴുതാം. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ടേമിൻ്റെ കൂടെ എഴുതാം. ദെൻ സെക്കൻഡ് ടേം എഴുതുമ്പം മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 4ൻ്റെ എക്സ് ചെയ്ത പോലെ തന്നെ വേണം. എക്സ് മൈനസ് 4നെ ഒരുമിച്ച് ഒരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ദെൻ ദ പാർട്ടിംഗ് ലൈൻ, നിങ്ങൾക്ക് സെപ്പറേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിംഗ് ലൈൻ വരയ്ക്കാം. ദെൻ പ്ലസ് 15 ഇൻറ്റു എക്സ് മൈനസ് 4നെ റേസ് ടു 0 ചെയ്യുമ്പം എക്സ് മൈനസ് 4 റേസ് ടു 1 ആയിട്ട് വരും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ഒരു ടേം ഡിഗ്രി കൂടുകയാണ് ചെയ്യുക. ഇവിടെ എക്സ് ആയിരുന്നു, എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ആയി. അതേപോലെ എക്സ് മൈനസ് 4 ആകുമ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ആയി. അതേപോലെ എക്സ് മൈനസ് 4 ഹോൾ റേസ് ടു 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് മൈനസ് 4 ഹോൾ റേസ് ടു 1 എന്നായിട്ട് മാറും. ഇങ്ങനെ ഈ ഒരു എക്സ് മൈനസ് 4 റേസ് ടു 0 ഇങ്ങനെ ഒരു ടേം കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മൊമെൻറ്റ് വരുന്ന കേസിൽ. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് വൺസ് അഗെയിൻ നമ്മൾ ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്ത് വരും? EI ഇൻറ്റു Y ഈസ് ഈക്വൽ ടു 7.5 ബൈ 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3. എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. പ്ലസ് C1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം C1x പ്ലസ് ന്യൂ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ്, പുതിയ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വരും. പാർട്ടിംഗ് ലൈൻ. ദെൻ സെക്കൻഡ് ടേം ചെയ്യുമ്പം ഈ 30യും ഈ 2ഉം ക്യാൻസൽ ചെയ്ത് മൈനസ് 15 എന്ന് എഴുതാം. 15 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. പാർട്ടിംഗ് ലൈൻ. ദെൻ പ്ലസ് 15 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. സോ ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ EI ഇൻറ്റു Y ഈസ് ഈക്വൽ ടു 7.5 ഡിവൈഡഡ് ബൈ 6 എക്സ് ക്യൂബ് പ്ലസ് C1x പ്ലസ് C2. ദെൻ ഇത് ക്യാൻസൽ ചെയ്ത് 5 എന്ന് വരും. മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ ക്യൂബ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ ക്യൂബ്. ദെൻ ഇത് 15ഉം 2ഉം
7.5 എന്ന് എഴുതാം പ്ലസ് 7.5 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് സിയിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആസ് യൂഷ്വൽ രണ്ട് അൺനോൺ കോൺസ്റ്റൻസ് ഉണ്ട്, C1 ഉം C2 ഉം. ദീസ് ടു ആർ ദ അൺനോൺ കോൺസ്റ്റൻസ്. സോ യു ഹാവ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. സോ ബൗണ്ടറി കണ്ടീഷൻ എന്തെടുക്കും? നമ്മൾ നേരത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ സപ്പോർട്ട് ഉണ്ട്, അതേമാതിരി ഈ പോയിന്റിലും സപ്പോർട്ട് ഉണ്ട്. സോ ഈ രണ്ട് പോയിന്റിലും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഇത് ഡിഫ്ലക്ഷൻ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഡിഫ്ലക്ട് ചെയ്യുക. സോ ഈ രണ്ട് പോയിന്റിലും ഡിഫ്ലക്ഷൻ y വിൽ ബി ദ വാല്യൂ ഓഫ് y വിൽ ബി 0. ഓക്കെ, ആ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ അറ്റ് x is equal to 0, y will be 0. This is first boundary condition. Then second boundary condition is at x is equal to 6 total length. Point B ലും y is equal to 0 ആണ്. സോ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് C2 വിൽ ബി 0 ആൻഡ് ദ C1 സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ C1 ഈസ് മൈനസ് 43.33. ഡൗൺവേർഡ് ഡയറക്ഷൻ കോൺസ്റ്റന്റ് മൈനസ് സൈൻ ആണ് വരിക, മൈനസ് 43.333 എന്ന് വരും. ദെൻ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈൻ്റെ ഇക്വേഷൻ ഇതാണ്. വൈൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y അറ്റ് C കണ്ടുപിടിക്കാൻ പറ്റും. C1 കിട്ടിയത് മൈനസ് 43.333. C2 ഈസ് 0. രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് y അറ്റ് പോയിന്റ് സിയിലുള്ള ഡിഫ്ലക്ഷൻ ആണ് കാണേണ്ടത്. സോ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് സി മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ ആണ്. എക്സിന് 4 എന്ന് കൊടുത്താലാണ് എക്സ് 4 മീറ്ററിലാവുമ്പോഴാണ് വൈ പോയിന്റ് സിൻ്റെ അടിയിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. സോ എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഐൻ്റെ വാല്യൂ അറിയാം, ഇ ഐ ഈസ് 10,000. സോ 10,000 ഇൻറ്റു വൈ സി, പോയിന്റ് സിയിലായതുകൊണ്ട് വൈ സി എന്ന് കൊടുക്കുക. 7.5 ഡിവൈഡഡ് ബൈ 6 എക്സ് ക്യൂബ്, എക്സിന് 4 എന്ന് കൊടുക്കുക, 4 ക്യൂബ് എന്ന് വരും. ദെൻ C1x ഈസ് മൈനസ് 43.333 ഇൻറ്റു 4 എന്ന് വരും. പ്ലസ് C2 0 ആണ്. ദെൻ എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 4 മൈനസ് 4 എന്നായി പോകും. സോ അത് 0 ആണ്, കൺസിഡർ ചെയ്യേണ്ട. അതേമാതിരി എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇതും 0 ആയി പോകും. സോ ഈ ടേം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 0 അല്ലെങ്കിൽ നെഗറ്റീവ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടേം നെഗ്ലക്ട് ചെയ്യാം, ഒഴിവാക്കാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൈ സി എസ് മൈനസ് 9.33 mm, അല്ലെങ്കിൽ ഇതിപ്പം ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിലാണ് വരിക. മൈനസ് 0.009333 ഇങ്ങനൊരു വാല്യൂ വരും, മീറ്റർ എന്ന് വരും. 9333 ഇത്രയും മീറ്റർ എന്ന് വരും. ഇപ്പോൾ അല്ലെങ്കിൽ ഇതിനെ മൈനസ് 9.333 mm എന്ന് എഴുതാം. മൈനസ് 9.33 mm. ഈ മൈനസ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്, ഡിഫ്ലക്ഷൻ താഴത്തേക്കാണെന്നുള്ളതിനാണ് മൈനസ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ ഇങ്ങനെയാണ് മെക്കോളേസ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. മെക്കോളേസ് മെത്തേഡിൽ 3 കേസ് നമ്മൾ പോയിന്റ് ലോഡ് വരുമ്പോഴുള്ള സോൾവ് ചെയ്തു, അതേമാതിരി യു ഡി എൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി, അതേമാതിരി മൊമെൻറ്റ് വരുന്നതും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കി. ഇതുപോലെ തന്നെയാണ് ഏത് പ്രോബ്ലം കിട്ടിയാലും ഈ ഒരു പ്രൊസീജിയറിലാണ് ചെയ്യേണ്ടത്. മിക്കവാറും എക്സാമിന് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ, പോയിന്റ് ലോഡ് ഉണ്ടാവും, യു ഡി എൽ ഉണ്ടാവും, ഒരു മൊമെൻ്റ് ഉണ്ടാവും, എല്ലാം കൂടി വരുന്ന ഒരു ബീമായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. ചിലപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, കാൻലിവർ ബീമായാലും ഡിഫറൻസ് ഒന്നുമില്ല. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.